ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസിലെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ജൂൺ മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനറാണ് തയ്യാറാക്കുന്നത്. സ്റ്റഡി പ്ലാനറിൻ്റെ തീം നമ്മളെടുത്തിരിക്കുന്നത് സ്കൂൾ സപ്ലൈസ് ആണ്. അതായത് സ്കൂളിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസുമാണ് നമ്മൾ തീമായിട്ട് വരച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് തീം പേജാണ്. അപ്പോൾ നമ്മൾ ജൂൺ എന്ന് എഴുതിയ ശേഷം അതിൻ്റെ ചുറ്റും കുറച്ച് സ്റ്റേഷനറി ഐറ്റംസൊക്കെയാണ് വരയ്ക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാചകം നമുക്ക് എഴുതാം. അതിൻ്റെ ചുറ്റും പിക്ചേഴ്സ് വരച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിതുപോലെ പ്ലാനർ എല്ലാ മാസം തയ്യാറാക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് പല ടൈപ്പ് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പിക്ചേഴ്സൊക്കെ നമുക്ക് അയച്ചു തരാം കേട്ടോ. malayali.momcrafts@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് പ്ലാനറിൻ്റെ പിക്ചേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രാഫ്റ്റ് പിക്ചേഴ്സോ മാക്സിമം 5 or 6 എണ്ണം നിങ്ങളുടെ പേര് സഹിതം ഈ മെയിൽ ഐഡിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ജൂലൈ മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോയിലായിരിക്കും ഞാൻ ആ പിക്ചേഴ്സ് ഉൾപ്പെടുത്തുക. നിങ്ങളുടെ പേരടക്കം നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെ മെയിലുകൾക്ക് മറുപടി അയക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്കാവും ഞാൻ അതിൻ്റെ മറുപടിയും അതുപോലെ പിക്ചേഴ്സൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് സ്കൂൾ സപ്ലൈസും സ്കൂളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസാണ് വരയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടം വേറെ എന്തെങ്കിലുമൊക്കെ തീമുകളാണ് വരയ്ക്കണം, അതായത് ഫ്ലവേഴ്സോ ട്രീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീമോ അങ്ങനെ ഇഷ്ടമുള്ള തീമിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനർ തയ്യാറാക്കാം. തീം വേണമെന്നൊന്നുമില്ല, നമുക്കൊരു രസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിക്ചേഴ്സൊക്കെ വരയ്ക്കുന്നത്, കാണാൻ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് പ്ലാനറിൻ്റെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല തീമിലുള്ളത്. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഇപ്പോൾ 2 വർഷത്തോളമായി പ്ലാനർ തയ്യാറാക്കണം. അപ്പോൾ അത്രത്തോളം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുവരെ വരച്ചിട്ടുള്ള എല്ലാ പ്ലാനറിൻ്റെയും വീഡിയോസ് കാണാൻ പറ്റും. ഇനി അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ സ്റ്റൈലിൽ ഈസി ആയിട്ടുള്ള മോഡലിൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ തീം പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പേജാണ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പേജ്. ഈ ഒരു പേജിൽ നമ്മൾ വലിയൊരു കലണ്ടറാണ് വരയ്ക്കുന്നത്. അത്യാവശ്യം വലിയ ബോക്സസ് ആണ് നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ അതിൽ സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്യാനും എഴുതാനൊക്കെ ഉള്ള സ്ഥലം കിട്ടും. അതിൻ്റെ ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരയ്ക്കുകയോ കളർ അടിക്കുകയോ സ്റ്റിക്കർ ഒട്ടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ഒരു പ്ലാനർ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റേഷനറി ഐറ്റംസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ സാധാരണ ഞങ്ങൾ ആദ്യം പെൻസിൽ വെച്ചിട്ട് വരയ്ക്കും. അതിനുശേഷം അതിന് മുകളിൽ നമ്മൾ ബ്ലാക്ക് കളർ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുക, അല്ലെങ്കിൽ ജെൽ പെന്നോ അങ്ങനത്തെ എന്തെങ്കിലും പെൻ. അപ്പോൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കാറുള്ളത് CD മാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള പെന്നാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതാകുമ്പോൾ അത്യാവശ്യം ഡാർക്ക്നെസ്സും കിട്ടും, പിന്നെ പെൻസിലിൻ്റെ മുകളിൽ കൂടെ എഴുതാൻ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ കൂടുതലും കളറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ക്രയോൺസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കളർ സ്പ്രെഡ് ആവാതിരിക്കാനാണ്. അപ്പുറത്തെ വശത്തോട്ട് കളർ സ്പ്രെഡ് ആവണ പ്രോബ്ലം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറും സ്കെച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രയോൺസ് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ വരയ്ക്കാറുള്ളത്. അതുപോലെ തന്നെ കലണ്ടറൊക്കെ എഴുതുമ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ചിലപ്പോൾ ഞങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ ഒന്ന് റെഫർ ചെയ്തിട്ട് എഴുതിക്കോളൂ, ഞങ്ങൾക്ക് അബദ്ധം പറ്റാലോ, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു പേജ് എന്ന് പറയുന്നത് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. ഈ ഒരു പേജിൽ നമ്മൾ നമ്മുടെ മനസ്സിലെ മൂഡ് എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്യുന്ന ഒരു പേജാണ്. അപ്പോൾ നമുക്ക് പല ടൈപ്പിലായിരിക്കും. ഒരു ദിവസം ഹാപ്പി ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം സാഡ് ആയിരിക്കും, ചിലപ്പോൾ അടുത്ത ദിവസം ഓക്കെ ആയിരിക്കും, ചില ദിവസം ആംഗ്രി ആവാം. ഇതൊക്കെ മാർക്ക് ചെയ്യാണ് ഒരു പേജാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 31 വരെയുള്ള തീയതികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂൾ സപ്ലൈസ് ആണ് കൂടുതൽ ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കുറേ 31 സർക്കിൾ വരച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസവും എങ്ങനെയാണ് മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ കളർ കോഡിങ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മളൊരു കളർ കൊടുക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിങ്ക് ആണെന്ന് വിചാരിക്കും. സാഡ് ആണെങ്കിൽ നമ്മളൊരു കളർ കൊടുക്കും, യെല്ലോ, അതായത് ബ്ലൂ. ഓക്കെ, അങ്ങനെ ഓരോ മൂഡിനും ഓരോ കളേഴ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 1-ാം തീയതി നമ്മുടെ മൂഡ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇപ്പോൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ആ ഒരു 1-ാം തീയതി എന്നുള്ള പിക്ചറിൽ പിങ്ക് കളർ ചെയ്ത് കൊടുക്കാം.
ഇനി സാഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കളറാണ് കളർ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു മാസത്തിൻ്റെ അവസാനം നമ്മൾ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളൊരു മൂഡ് ട്രാക്കർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പേജ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിതേ കളർ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഓരോ ദിവസവും കളർ ചെയ്യാം. ഇനി അടുത്തൊരു പേജ് എന്ന് പറയുന്നത് വെക്കേഷനൊക്കെ കഴിഞ്ഞു, ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് നമ്മുടെ പ്രായമനുസരിച്ചും നമ്മുടെ സ്കൂളിൽ പോകുന്ന ടൈം അനുസരിച്ചും എല്ലാം ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമുക്കൊരു ഡെയിലി റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയായിരിക്കണം എന്നൊരു ടൈം ടേബിൾ ചാർട്ട് പോലെ നമ്മൾ ഈ ഒരു പേജിൽ എഴുതുക. ക്ലാസ് ഉള്ള ദിവസവും അതുപോലെ തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസത്തെയും 2 റുട്ടീനായിട്ട് എഴുതുന്നതാവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പേജാണിത്. നമ്മൾ പ്രത്യേകിച്ച് എഴുതുന്നില്ല, നിങ്ങളുടേതായ ഇഷ്ടത്തിന് റുട്ടീൻ ചാർട്ട് തയ്യാറാക്കുക. അടുത്ത പേജ് ഹാബിറ്റ് ട്രാക്കർ എന്നുള്ള പേജാണ്. ഹാബിറ്റ് ട്രാക്കർ സാധാരണ നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മേഖലയാണ്. പക്ഷേ മോള് ഈ പ്രാവശ്യം വരച്ചപ്പോൾ അവൾ നല്ല ഈസി ആക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഐഡിയ എനിക്കിഷ്ടപ്പെട്ടത്. ആദ്യം തന്നെ നമ്മൾ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പുതിയ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ നിലവിലുള്ള ശീലങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട്, അതായത് അന്നാന്ന് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെയിലി വായിക്കുക എന്നുള്ളൊരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കലണ്ടർ എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ കലണ്ടറിൽ നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. വായിക്കാത്ത ദിവസം ഉണ്ടെങ്കിൽ അത് നമ്മൾ മാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് അവസാനമാകുമ്പോൾ നമുക്കൊരു മാസം നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജ്. അപ്പോൾ ഇത് ഈസി ആവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് 31 ദിവസത്തെ ഒരു കലണ്ടർ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ ശീലങ്ങൾക്കും നമ്മളൊരു കളർ കോഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ ആ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളർ അതിൽ കളർ ചെയ്ത് കൊടുക്കുക. എത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോഡൽ ഹാബിറ്റ് ട്രാക്കർ ആകുമ്പോൾ നല്ല എളുപ്പമായിട്ടത് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു പേജിൻ്റെ പേരാണ് ഓൾ അബൌട്ട് മീ. അതായത് നമ്മളെക്കുറിച്ച് ഫുള്ളായിട്ടും കുറേ ഡീറ്റെയിൽസ് എഴുതുന്ന ഒരു പേജാണ്. നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്, നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ ഹോബീസ്, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, ഫുഡ്, എന്ത് വേണമെങ്കിലും നമുക്കിതിൽ എഴുതാം. അപ്പോൾ അങ്ങനെ കുറേ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടേതായ ഇഷ്ടങ്ങൾ ഈ ഒരു സെക്ഷനിൽ എഴുതാവുന്നതാണ്. ഇനി ലാസ്റ്റ് നമ്മുടെ സെക്ഷൻ്റെ പേരാണ് ടു ഡു ലിസ്റ്റ് പേജ് അല്ലെങ്കിൽ ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ളൊരു പേജാണ്. ഇതിനായിട്ട് നമ്മൾ ഒരു പേജിൽ 7 ബോക്സ് വരച്ചിരിക്കുന്നത്. അതായത് ആഴ്ചയിലുള്ള 7 ദിവസത്തിലെ കാര്യങ്ങൾ എഴുതാൻ. നമുക്കിത് വലിയ ബോക്സോ ചെറിയ ബോക്സൊക്കെ ആയിട്ട് വരയ്ക്കാം. ഇതിൽ നമ്മൾ അന്നാന്ന് ചെയ്യേണ്ട ഹോംവർക്കിൻ്റെ കാര്യങ്ങളോ സ്കൂളിലെ വീട്ടിലെയോ എന്ത് കാര്യം വെച്ചാൽ നമുക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി എഴുതുന്ന ഒരു പേജാണിത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നേരത്തെ കൂട്ടി 31 ബോക്സുകൾ വരച്ച് വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ചുള്ള ബോക്സ് വരയ്ക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ഈ ഒരു പേജും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാനർ കുറച്ചും കൂടി നമുക്ക് ഭംഗിയാക്കാൻ വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ക്യൂട്ടായിട്ടുള്ളത് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടം, നിർബന്ധമൊന്നുമില്ല. പിക്ചേഴ്സ് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാനറിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. ഈ പ്ലാനർ ഫുള്ളായിട്ടും പ്രിപ്പയർ ചെയ്തത് ഇസ തന്നെയാണ്. അപ്പോൾ ഇസയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്ലാനർ തയ്യാറാക്കി തന്നതിന്. അപ്പോൾ നമ്മുടെ പ്ലാനർ ഫുള്ളായിട്ടും കാണാം. തീം പേജ്, കലണ്ടർ, മൂഡ് ട്രാക്ക്, റുട്ടീൻ പേജ്, പിന്നെ ഹാബിറ്റ് ട്രാക്ക്, ഓൾ അബൌട്ട് മീ, അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് പേജ് ഡെയിലി ടാസ്ക്. അപ്പം നമുക്കിനി നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അയച്ച പിക്ചേഴ്സ് നമുക്ക് കാണാം. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. സെഹന നമുക്ക് ഡിജിറ്റൽ പ്ലാനറാണ് സാധാരണ അയച്ചു തരാറുള്ളത്. അപ്പോൾ അത് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മെയ് മാസത്തെ പ്ലാനർ തയ്യാറാക്കി അയച്ചു തന്നിട്ടുള്ളത് സജിത നാസർ. നിയ നിഷാദു അയച്ചു തന്നിരിക്കുന്ന സ്റ്റഡി പ്ലാനറാണിത്. സോജ സൈബു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അയച്ചിരിക്കുന്നത്. ഷബ്ന മിസാബ് മെയ് മാസത്തെ പ്ലാനറാണ് അയച്ചിരിക്കുന്നത്. ഗൗരി മെയ് മാസത്തെ നമ്മുടെ പ്ലാനറിന് ഇൻസ്പയർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ലിയാന മുസ്തഫ ഇതും നമ്മുടെ ട്രാവൽ പ്ലാനർ ഇൻസ്പയർഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പിക്ചേഴ്സ് അയച്ചു തരണം. അപ്പോൾ മെയിൽ ഐ.ഡിയും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.